ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാറ്റ്സ് കിച്ചൻ. ഇന്ന് നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സേമിയ പായസം ഉണ്ടാക്കാം. ആദ്യമായിട്ട് അല്പം ബദാം ക്രഷ് ചെയ്തെടുത്തത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ഉണക്കമുന്തിരി ഇതിനോട് ഇടേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അണ്ടിപ്പരിപ്പ് തന്നെ വറുത്തെടുക്കുന്നതാണ് നല്ലത്. മുന്തിരി പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇത് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കാഷ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തന്നെ ഒരു 500 ml പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു 500 ml പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പാല് തിളച്ച് വരുന്നവരെ നമ്മൾ കാത്തു നിൽക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാല് അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. പാല് തിളച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കൊരു 3-4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കൊരു മീഡിയം പഞ്ചസാര ആൾ മാത്രമാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 4 ടീസ്പൂണ് പഞ്ചസാര മാത്രം ചേർക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഹേസൽ നട്ടിൻ്റെ ചോക്ലേറ്റ് സ്പ്രെഡ് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രല്ല മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ സീക്രട്ട് സൈഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ കരുതുന്നു. ഇതാണ്, അതായത് 3 ടേബിൾ സ്പൂണ് ഹേസൽനട്ടിൻ്റെ ചോക്ലേറ്റ് സ്പ്രെഡ് ചേർക്കുന്നതാണ് ഇതിൻ്റെ സീക്രട്ട് സൈഡ്. ഇപ്പോൾ പാലിൻ്റെ ടെക്സ്ചർ തന്നെ നമുക്ക് മാറിക്കിട്ടും. ഇനി ഒരല്പം വാനില എസൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് സേമിയ പായസം പൊതുവെ തീരെ ഇഷ്ടമല്ല, പക്ഷേങ്കിൽ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കരുതി ചോക്ലേറ്റ് ഫ്ലേവറിൽ നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ. അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. എന്തായാലും സംഭവം നൈസാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള, ഓൾറെഡി ഇത് റോസ്റ്റ് ചെയ്തതാണ് എനിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടിയത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്യാത്തതാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളതെങ്കിൽ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളുടെ പായസം ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ അല്പം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരല്പസമയം നമുക്ക് മൂടി വെക്കാം. അപ്പോൾ നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മളുടെ പായസം ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. മുകളിലായിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിയൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.